നമ്മൾ ഇന്ന് സൈക്യാട്രിക് എമർജൻസീസിനെ പറ്റിയിട്ടാണ് നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ എന്താണ് സൈക്യാട്രിക് എമർജൻസി എന്ന് നോക്കാം. പേഷ്യൻ്റ് ഹാസ് ഡിസ്റ്റർബൻസ് ഓഫ് തോട്ട്, എഫക്റ്റ് ആൻഡ് സൈക്കോമോട്ടോർ ആക്ടിവിറ്റി. അതായത് ചിന്തകളിലെ എക്സ്പ്രഷൻ ഓഫ് ഇമോഷനിൽ പിന്നെ സൈക്കോമോട്ടോർ ആക്ടിവിറ്റിയിലൊക്കെ ഡിസ്റ്റർബൻസ് ഉണ്ടാകും. ലീഡിങ് ടു ദ ത്രെറ്റ് ടു ഹിസ് എക്സിസ്റ്റൻസ്, അതായത് സൂയിസൈഡ് ഓർ ത്രെറ്റ് ടു ദി പീപ്പിൾ ഇൻ ദി എൻവയോൺമെൻറ്റ്. അവൻ്റെ എൻവയോൺമെൻറ്റിലുള്ള ആൾക്കാർക്കും ത്രെറ്റ് ഉണ്ടാകും. അതാണ് ഹോമിസൈഡ്. ഓക്കെ, ഈ ഒരു അവസ്ഥയിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇൻ്റർവെൻഷൻസ് അത്യാവശ്യമാണ്. എന്തിനാണ്? ടു സേഫ് ഗാർഡ് ദി ലൈഫ് ഓഫ് പേഷ്യൻ്റെ ലൈഫ് സംരക്ഷിക്കാൻ, ബ്രിങ് ഡൗൺ ദി ആൻസൈറ്റി ഓഫ് ദി ഫാമിലി മെമ്പേഴ്സിൻ്റെ ആൻസൈറ്റി ഓർക്കാൻ വേണ്ടിയിട്ട്, ആൻഡ് എൻഹാൻസ് ഇമോഷണൽ സെക്യൂരിറ്റി ടു അതേഴ്സ് ഇൻ ദി എൻവയോൺമെൻറ്റിലുള്ള മറ്റുള്ളവരുടെ എമോഷണൽ സെക്യൂരിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, കൂട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനീഷ്യൽ അപ്രോച്ച് ഡ്യൂറിങ് എമർജൻസി എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, വാം ഡയറക്റ്റഡ് ആൻഡ് കൺസേൺഡ് ഇനീഷ്യൽ അപ്രോച്ച് ടുവേർഡ്സ് ദ പേഷ്യൻ്റ് ഫ്രം ദ സ്റ്റാഫ്. ഒരു സ്റ്റാഫ് ഈ ഒരു രീതിയിൽ പെരുമാറണം, അവരെ അപ്രോച്ച് ചെയ്യണം. പിന്നെ ക്വിക്ക് ഇവാലുവേഷൻ ടു ഐഡൻറ്റിഫൈ ദി നേച്ചർ ഓഫ് ദി കണ്ടീഷൻ. എന്താണ് ആ കണ്ടീഷൻ നേച്ചർ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അതായത് സ്വന്തം ഹാം ചെയ്യുന്നതാണോ, മറ്റുള്ളവരെ ഹാം ചെയ്യുന്നതാണോ, വയലൻ്റ് ആണോ, എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. പിന്നെ എമർജൻസി സ്റ്റാഫിന് ബേസിക് നോളജ് ഓഫ് ഹാൻഡ്ലിങ് സൈക്കാട്രിക് എമർജൻസീസ് ഹാൻഡിൽ ചെയ്യാനുള്ള ബേസിക് നോളജ് ഉണ്ടായിരിക്കണം അവിടുത്തെ സ്റ്റാഫുകൾക്ക്. പിന്നെ മെഡിക്കോ ലീഗൽ കേസസ് രജിസ്റ്റേർഡ് സെപ്പറേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് കൺസേൺഡ് ഓഫീസേഴ്സിനെ അറിയിക്കണം കേട്ടോ, മെഡിക്കോ ലീഗൽ കേസസ് ആണെങ്കിൽ. പിന്നെ ഹോസ്പിറ്റൽ സെക്യൂരിറ്റി അഡിക്വേറ്റ് ആയിരിക്കണം. അതായത് ഈ വയലൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള പേഷ്യൻറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പിടിച്ച് കെട്ടുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ. ഹിസ്റ്ററി ആൻഡ് ക്ലിനിക്കൽ ഫൈൻഡിങ് ഷുഡ് ബി റെക്കോർഡ് ക്ലിയർലി ഇൻ ദി എമർജൻസി ഫയലിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന ഹിസ്റ്ററി പിന്നെ ക്ലിനിക്കൽ ഫൈൻഡിങ്സ് ഒക്കെ രജിസ്റ്റർ ചെയ്ത് വെക്കണം, റെക്കോർഡ് ചെയ്ത് വെക്കണം. പിന്നെ പേഷ്യൻസ് കണ്ടീഷൻ ആൻഡ് പ്ലാൻസ് ഓഫ് മാനേജ്മെൻറ്റ്, അതായത് എന്താണ് പേഷ്യൻ്റെ കണ്ടീഷൻ, എന്താണ് മാനേജ് ചെയ്യാൻ പോകുന്നത് ഇതിന് വേണ്ടിയിട്ട്, അതൊക്കെ ഫാമിലി മെമ്പേഴ്സിന് സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇനി എന്തൊക്കെ ടൈപ്സ് ഓഫ് സൈക്കാട്രിക് എമർജൻസീസ് ആണ് ഉള്ളതെന്ന് നോക്കിയാലോ. ഫസ്റ്റ് വൺ ഈസ് നമുക്കൊക്കെ പരിചയമുള്ളതാണ് സൂയിസൈഡ് അല്ലെങ്കിൽ സൂയിസൈഡൽ ത്രെറ്റ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി കോമണസ്റ്റ് എമർജൻസീസ് ആണിത്. ടൈപ്പ് ഓഫ് ഡെലിബറേറ്റ് സെൽഫ് ഹാം ആൻഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ഇൻറ്റൻഷണൽ ഹ്യൂമൻ ആക്ട് ഓഫ് കില്ലിങ് വൺ സെൽഫ്. അതായത് സ്വയം ഒരു മനുഷ്യൻ സ്വന്തമായിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്ന അറ്റംപ്റ്റ് നടത്തുകയൊക്കെ ചെയ്യുന്നതാണ് ഈ സൂയിസൈഡ്. ഓക്കെ, അതൊക്കെ അറിയാലോ. പിന്നെ നമുക്കിനി എത്തിയോളജി നോക്കാം. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് സൂയിസൈഡ് ചെയ്യുന്നത്? ഒന്ന്, നമുക്ക് സൈക്കാട്രിക് ഡിസോർഡേഴ്സ് കാരണമാണ്. എന്തൊക്കെ സൈക്കാട്രിക് ഡിസോർഡർ? ഇതിനൊരു കോഡ് ഉണ്ട് കേട്ടോ, പാഡ് ഫോർ എസ്. ഓക്കെ, എസിന് വേണ്ടി പാഡ് വേണം 4 എണ്ണം. നമുക്കിനി ഇത് എലാബറേറ്റ് ചെയ്ത് നോക്കിയാലോ. P for personality disorder, A for alcohol abuse, D for drug abuse, delirium, dementia, depression is major. Then schizophrenia is S. Okay, then നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഫിസിക്കൽ ഡിസോർഡേഴ്സ്, അതായത് ചിലർക്ക് ഇൻക്യൂറബിൾ ആയിട്ടുള്ള, അതായത് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റാത്തതോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പെയിൻഫുള്ളതോ ആയിട്ടുള്ള ഡിസീസസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഫിസിക്കൽ ഡിസീസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ ആത്മഹത്യക്ക് ശ്രമിക്കും. ലൈക്ക് ക്യാൻസർ, എയ്ഡ്സ് ഒക്കെ ഉള്ളവർ. നമുക്ക് ഒരുപാട് ചരിത്രമുണ്ട് അതിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ നമുക്കിനി സൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, എക്സാമിൽ ഫെയിൽ ആകുന്നത്, ഡവർ ഹറാസ്മെൻറ്റ്, ഇപ്പം 4 എണ്ണം കഴിഞ്ഞല്ലേ. പിന്നെ മെരിറ്റൽ പ്രോബ്ലംസ് അതും ഉണ്ട്. പിന്നെ ലോസ് ഓഫ് ലവ്ഡ് ഒബ്ജക്റ്റ്, പ്രണയനൈരാശ്യം കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടത് കിട്ടാണ്ട് വെക്കുമ്പോൾ അല്ലെങ്കിൽ നഷ്ടപ്പെടുമ്പോഴൊക്കെ, സ്വത്ത് നഷ്ടപ്പെടുമ്പോൾ, ഫൈനാൻഷ്യൽ ആൻഡ് ഒക്യുപ്പേഷണൽ ഡിഫിക്കൽട്ടീസ് വരുമ്പോൾ, നമ്മുടെ സാമ്പത്തികമായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരുമ്പോഴൊക്കെ ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. ഐസൊലേഷൻ ഉണ്ടാകുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. നമ്മുടെ ലോക്ക്ഡൗണിൽ ക്വാറന്റൈനിൽ കിടന്ന് ആത്മഹത്യ ചെയ്ത ഒരുപാട് പേരുണ്ട്. പിന്നെ റിസ്ക് ഫാക്ടേഴ്സ് ഓഫ് സൂയിസൈഡ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ഏജ് ആണ്. മെയിൽസ് അബവ് 40 ആൻഡ് ഫീമെയിൽസ് അബവ് 55 ഇയേഴ്സ് ആർ prone to get സൂയിസൈഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഇവർക്ക് കൂടുതലാണ്. പിന്നെ സെക്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, മെൻ ഹാവ് ഗ്രേറ്റർ റിസ്ക് ഓഫ് കംപ്ലീറ്റഡ് സൂയിസൈഡ്. അതായത് മെയിൽസ് ആണ് കംപ്ലീറ്റ് ആയിട്ട് സൂയിസൈഡ് ചെയ്യുന്നത്, അതായത് സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചാലും മരിക്കുന്നത് ഏറ്റവും കൂടുതൽ മെയിൽസ് ആണ്. ഫീമെയിൽസ് ആണെങ്കിൽ കുറേ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കും, പക്ഷെ പരാജയപ്പെടും. ഇനി അത് കുറേയൊക്കെ ഡ്രാമാസ് ആണെന്ന് നമുക്ക് എപ്പോഴും നോക്കാൻ പറ്റും, അതൊക്കെ അത് ഇതിൽ കേട്ടേണ്ട കാര്യമില്ല കേട്ടോ. എന്നെ സൂയിസൈഡ് ഈസ് 3 times more common in men than women. നിങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്ന വുമൺ ആണ് കൂടുതൽ സൂയിസൈഡ് ചെയ്യുന്നത്, പക്ഷെ അങ്ങനെയല്ല, മെന്നും സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളിത് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ബീങ് അൺമാരീഡ്, ഡൈവേഴ്സ്ഡ്, വിഡോഡ്, സെപ്പറേറ്റഡ് ഒക്കെ ആയിട്ടുള്ളവരൊക്കെ സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. ഹാവിങ് എ ഡെഫിനിറ്റ് സൂയിസൈഡൽ പ്ലാൻ ഉള്ളവർ സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് ആലോചിച്ചുകൂടി. ഇതൊക്കെ എന്താ ഇവർ കൊടുത്തത്? ഹിസ്റ്ററി ഓഫ് പ്രീവിയസ് സൂയിസൈഡൽ അറ്റംപ്റ്റ്സ്, അതായത് മുമ്പ് സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചവരൊക്കെ വീണ്ടും സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഏഴ്സ് ആൻഡ് ലോസസ്, പെട്ടെന്നുണ്ടായ ആരെങ്കിലും മരണമോ എന്തെങ്കിലും നഷ്ടപ്പെടലോ ഒക്കെ.
ഇനി അടുത്തതാണ് സൂയിസൈഡൽ ടെൻഡൻസി ഇൻ സൈക്കാട്രിക് വാർഡ്. സൈക്കാട്രിക് വാർഡുകളിലെ സൂയിസൈഡൽ ടെൻഡൻസിക്ക് കാരണം എന്തൊക്കെയാണ്? സൈക്കാട്രിക് ഡിസോർഡർ മേജർ ആയിട്ടുള്ള റോള് വഹിക്കുന്നുണ്ട്. നമ്മൾ എത്തിയോളജിയിൽ നോക്കിയിട്ടുണ്ട്. നമുക്കത് ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്തുകൊണ്ടാണെന്നൊക്കെ. ഫസ്റ്റ് വൺ ഈസ് മേജർ ഡിപ്രഷൻ ആണ്. ഹൈ റിസ്ക് ഓഫ് സൂയിസൈഡ് ഉണ്ട് ഇതിൻ്റെ കാരണം, ഈ ഒരു ഡിപ്രഷൻ്റെ ടൈമിൽ സൂയിസൈഡിനുള്ള കാരണം പെർവേസീവ് ആൻഡ് പെർസിസ്റ്റന്റ് സാഡ്നെസ്, പെസിമിസ്റ്റിക് കൊഗ്നിഷൻ കൺസേണിങ് പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. ഇപ്പോൾ ഭൂതകാലത്തെയും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഭാവിനെയൊക്കെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് ചിന്തിച്ചൊക്കെ ഭയങ്കരമായിട്ട് ഡിപ്രഷൻ അടിച്ചു വെക്കും. പിന്നെ ഡെല്യൂഷൻ ഓഫ് ഗിൽട്ട്, പിന്നെ ഹെൽപ്ലെസ്നെസ്, ഹോപ്പ്ലെസ്നെസ്, വേർത്ത്ലെസ്നെസ്, അതായത് താനൊന്നും കൊള്ളില്ല, താൻ ഒരു ഉപയോഗമില്ല, തനിക്കൊരു ലക്ഷ്യമില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ റിസ്ക് ഓഫ് സൂയിസൈഡ് ഏത് ടൈമിലാണ് മോന്ന് നോക്കിയാൽ അക്യൂട്ട് ഫേസ് കഴിഞ്ഞിട്ട് ഒരു സൈക്കോമോട്ടർ റിട്ടാർഡേഷൻ ഒക്കെ ഇമ്പ്രൂവ് ആവുന്ന സ്റ്റേറ്റിലാണ്. കാരണം കൂടുതൽ എനർജി ഉണ്ടാവും പേഷ്യൻറ്റിന് ഈ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഭയങ്കര ഡിപ്രഷൻ അടിച്ച് നടക്കുന്ന സമയത്തില്ലേ പേഷ്യൻറ്റ് ചിന്തയുണ്ടാകും, പക്ഷേ ഈ ഒരു സൂയിസൈഡ് ചെയ്യാൻ പോലും എനർജി ഉണ്ടാവില്ല. അവർ സ്റ്റേറ്റിൽ നിന്ന് വിഡ്രോ ചെയ്ത് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് ഇമ്പ്രൂവ് ആകുമ്പോൾ ഭയങ്കരമായിട്ട് എനർജി കിട്ടും, അപ്പോൾ പോയിട്ട് അങ്ങ് സൂയിസൈഡ് ചെയ്യും. ഓക്കെ, അടുത്തതാണ് ഷിസോഫ്രീനിയ. ഈ ഷിസോഫ്രീനിയയിൽ ഉണ്ടാകുന്ന അസോസിയേറ്റഡ് ഡിപ്രഷൻ, യങ് ഏജ്, ഹൈ ലെവൽ ഓഫ് പ്രീമോർബിഡ് ഫങ്ഷനിങ് ഒക്കെ ഈ ഒരു റിസ്ക് കൂട്ടുന്നുണ്ട്. പിന്നെ മാനിയാണ്. ഈ മാനിയുടെ ടൈമിൽ ഗ്രാൻഡിയോസ് ഐഡിയേഷൻ ഉണ്ടാകും പേഷ്യൻറ്റിന്. പിന്നെ താൻ വലിയൊരാളാണ്, തനിക്ക് ഭയങ്കര കണക്ഷൻ ഉണ്ട്, തനിക്ക് ഭയങ്കര സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഉണ്ട് എന്നൊക്കെ പേഷ്യൻറ്റ് വിചാരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു വിചാരം കാണാൻ ഡേഞ്ചറസ് ആക്ടിവിറ്റീസ് ലൈക്ക് വല്ല കെട്ടിടത്തിന് മേലെ നിന്ന് ചാടുകയോ, വല്ല ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ നിർത്താൻ നോക്കുകയോ, വല്ല ട്രക്ക് പിടിച്ച് നിർത്താൻ നോക്കുകയോ ചെയ്യുമ്പോൾ അടിപ്പെട്ടിട്ട് അങ്ങ് ചത്തുപോകും. അപ്പോൾ അങ്ങനെ നമ്മൾ ഡേഞ്ചറസ് ആക്ടിവിറ്റി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ മരിക്കുന്നതാണ് കേട്ടോ. നമ്മൾ തന്നെ വേണമെന്ന് വെച്ചാൽ അങ്ങ് പോയിട്ട്. പിന്നെ ഡ്രഗ്സോ ആൽക്കഹോൾ അബ്യൂസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഡ്രഗിൻ്റെ വിഡ്രോവൽ ഫേസിൻ്റെ ടൈമിൽ ഡിപ്രഷൻ ഉണ്ടാകും. അല്ലെങ്കിൽ പിന്നെ ലോസ് ഓഫ് ഫ്രണ്ട്സ്, ലോസ് ഓഫ് ഫാമിലി, ലോസ് ഓഫ് സെൽഫ് റെസ്പെക്ട്, ലോസ് ഓഫ് സ്റ്റാറ്റസ് ആൻഡ് കോസ് ഇൻഡിവിജ്വൽ ടു വിഷ് ടു ഡൈ. അതായത് ഇതൊക്കെ ഇങ്ങനെ നഷ്ടങ്ങളൊക്കെ കാരണം ഭയങ്കരമായിട്ട് മരിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകും ആൾക്ക്. പിന്നെ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ലൈക്ക് ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, ബോർഡർ ലൈൻ ട്രേറ്റ്സ് ഒക്കെ ഈ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ്സ് കൂട്ടുന്നുണ്ട് അല്ലെങ്കിൽ കാരണമാകുന്നുണ്ട്. പിന്നെ ഓർഗാനിക് കണ്ടീഷൻസ് എന്തൊക്കെയാണ് നോക്കുകയാണെങ്കിൽ ഡെലീരിയം, ഡിമെൻഷ്യ പോലുള്ള സാധനങ്ങളിലൊക്കെ പിന്നെ ഡിപ്രഷൻ, ആൻസൈറ്റി മാറി വരുന്നത് കൊണ്ടൊക്കെ സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ടാകുന്നുണ്ട്. നമുക്കിനി മാനേജ്മെൻറ്റ് നോക്കാം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഇൻഡിവിജ്വൽ ഒരു സൂയിസൈഡ് ചെയ്യാൻ പോകുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു അടയാളപ്പെടുത്തൽ അല്ലെങ്കിൽ വാണിംഗ് നൽകുന്നത്. ഏതൊക്കെ സാഹചര്യങ്ങളാണെന്ന് നോക്കാം. ഒന്ന് സൂയിസൈഡൽ ത്രെട്ട്, അതായത് ഞാൻ ആത്മഹത്യ ചെയ്യും, ഞാൻ മരിക്കും എന്നൊക്കെയുള്ള ഭീഷണിപ്പെടുത്തലുകൾ. റൈറ്റിംഗ് ഫെയർവെൽ ലെറ്റേഴ്സ്, പിന്നെ ഗിവിങ് എവേ ട്രഷേർഡ് ആർട്ടിക്കിൾ, അവർ സ്വന്തമായിട്ട് കീപ്പ് ചെയ്ത ചില പ്രിസർവ്ഡ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്, അതൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കും. മേക്കിംഗ് എ വിൽ, എന്തെങ്കിലും ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. ക്ലോസിങ് ബാങ്ക് അക്കൗണ്ട്, അവരുടെ അക്കൗണ്ടൊക്കെ ക്ലോസ് ചെയ്യുന്നത്. അപ്പിയറിങ് പീസ്ഫുൾ ആൻഡ് ഹാപ്പി ആഫ്റ്റർ പീരീഡ് ഓഫ് ഡിപ്രഷൻ, ഒരു പീരീഡ് ഓഫ് ഡിപ്രഷന് ശേഷം ഭയങ്കര പീസ്ഫുള്ളായിട്ട് ഭയങ്കര സന്തോഷമായിട്ട് കാണപ്പെടുന്നത്. പിന്നെ കഴിക്കാനും കുടിക്കാനും ഒക്കെ റിഫ്യൂസ് ചെയ്യുന്നത്. പിന്നെ മോണിറ്ററിങ്ങിൻ്റെ പേഷ്യൻ്റെ സേഫ്റ്റി നീഡ് മോണിറ്റർ ചെയ്യുന്നത്. ഇതിൽ വരുന്ന കാര്യങ്ങളാണ്: ടേക്ക് ഓൾ സൂയിസൈഡൽ ത്രെട്ട് ഓർ അറ്റംപ്റ്റ്സ് സീരിയസ്ലി ആൻഡ് നോട്ടിഫൈ സൈക്കാട്രിസ്റ്റ്. അതായത് എന്തെങ്കിലും ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ സൂയിസൈഡ് ചെയ്യും അല്ലെങ്കിൽ ഞാൻ മരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ അത് സീരിയസ് ആയിട്ട് എടുക്കണം, എന്നിട്ട് സൈക്കാട്രിസ്റ്റിനെ നോട്ടിഫൈ ചെയ്യണം. പിന്നെ സെർച്ച് ഫോർ ടോക്സിക് ഏജൻറ്റ്, വല്ല ഡ്രഗോ ആൽക്കഹോളൊക്കെ ഉണ്ടെങ്കിൽ അത് സെർച്ച് ചെയ്യണം, എന്തെങ്കിലും ടോക്സിക് ആയിട്ടുള്ള വസ്തുക്കൾ ഉണ്ടോ എന്ന്. പിന്നെ ഡു നോട്ട് ലീവ് ദ ഡ്രഗ് ട്രേ വിത്തിൻ ദി റീച്ച് ഓഫ് പേഷ്യൻ്റ് എടുക്കാൻ പറ്റുന്ന സ്ഥലത്ത് ഡ്രഗ് ട്രേ വിടാൻ പാടില്ല. പിന്നെ പേഷ്യൻ്റ് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ പേഷ്യൻ്റ് അത് സോളോ ചെയ്തെന്ന് ഉറപ്പുവരുത്തണം. കാരണം ഇല്ലെങ്കിൽ ലാസ്റ്റ് ഇതൊക്കെ കൂട്ടി വെച്ച് ഏറ്റവും ലാസ്റ്റ് ഒരുമിച്ച് അങ്ങ് കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കും. പിന്നെ റിമൂവ് ഷാർപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ്, അതായത് വല്ല ബ്ലേഡ്സ്, നൈവ്സ്, ഗ്ലാസ് ബോട്ടിൽസ്, പിന്നെ ഭയങ്കര മൂർച്ചയുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം. റിമൂവ് സ്ട്രാപ്സ് ഓഫ് ആൻഡ് ക്ലോത്തിങ് സച്ചസ് ബെൽറ്റ്, നെക്ടൈസ് ഒക്കെ റിമൂവ് ചെയ്യണം. കാരണം ഇതിലൊക്കെ കിടന്ന് ആത്മഹത്യ ചെയ്യും കഴുത്തൊക്കെ ചുറ്റിട്ട്. പിന്നെ ഡു നോട്ട് അലൗ ദ പേഷ്യൻ്റ് ടു ബോൾഡ് ഹിസ് ഡോർ ഓൺ ദി ഇൻസൈഡ്, അതായത് അകത്ത് നിന്ന് കുറ്റിയിടാൻ വിടാതിരിക്കുക. പിന്നെ പേഷ്യൻ്റ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. ഷുഡ് നെവർ ബി ലെഫ്റ്റ് അലോൺ, ഒറ്റയ്ക്ക് വിടാതിരിക്കുക. ഹാവ് ഗുഡ് വിജിലൻ്റ് ആയിട്ടിരിക്കുക, പ്രത്യേകിച്ച് മോർണിംഗ് അവേഴ്സിൽ. പിന്നെ സ്പെൻഡ് ടൈം വിത്ത് പേഷ്യൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, പേഷ്യൻ്റെ കൂടെ സംസാരിക്കുക, പേഷ്യൻ്റെ ഫീലിങ്സ് വെന്റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അവസരം കൊടുക്കുക. എൻകറേജ് ഹിം ടു ടോക്ക് അബൌട്ട് സൂയിസൈഡൽ പ്ലാൻസ്, പേഷ്യൻ്റെ സൂയിസൈഡൽ പ്ലാൻസിനെ പറ്റിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്, മെത്തേഡ്സിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യുക. ഇഫ് സൂയിസൈഡൽ ടെൻഡൻസീസ് ആർ വെരി സിവിയർ, ഭയങ്കരമായിട്ട് സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ടെങ്കിൽ സെഡേറ്റീവ്സ് കൊടുക്കുക. പിന്നെ വരുന്നതാണ് എൻകറേജ് വെർബൽ കമ്മ്യൂണിക്കേഷൻ ഓഫ് സൂയിസൈഡൽ ഐഡിയാസ് ആസ് വെൽ ആസ് ഹിസ് ഓർ ഹർ ഫിയർ ആൻഡ് ഡിപ്രസീവ് തോട്ട്സ്. പേഷ്യൻ്റെ സൂയിസൈഡൽ ഐഡിയാസ്, ഡിപ്രസീവ് തോട്ട്സ് ഒക്കെ സംസാരിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു അവസരം കൊടുക്കുക. പിന്നെ പേഷ്യൻ്റെ അടുത്ത് നിന്ന് നോ സൂയിസൈഡൽ പാക്ട് സൈൻ ചെയ്ത് വാങ്ങുക, അതായത് ഞാൻ എന്തൊക്കെ ഇമ്പൾസ് ഉണ്ടായാലും സൂയിസൈഡ് ചെയ്യത്തില്ല, എന്തെങ്കിലും തോട്ട് ഉണ്ടെങ്കിൽ അത് നേഴ്സിനെ അറിയിക്കുക എന്നുള്ളൊരു അഗ്രിമെൻറ്റ്.
പിന്നെ പേഷ്യൻറ്റിൻ്റെ സെൽഫ് എസ്റ്റീം എൻഹാൻസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. പേഷ്യൻ്റെ സ്ട്രെങ്ത്തിൽ ഫോക്കസ് ചെയ്യുക, വീക്ക്നെസ്സിൽ ഫോക്കസ് ചെയ്യരുത്. ഇനി അടുത്തത് മാനേജ്മെൻറ്റ് ഓഫ് അറ്റംപ്റ്റഡ് സൂയിസൈഡ്സ് ഇൻ ഇൻപേഷ്യൻ്റ് യൂണിറ്റ്. അതായത് ഇൻപേഷ്യൻ്റ് യൂണിറ്റിൽ ഒരാൾ ആത്മഹത്യക്ക് ശ്രമിച്ചാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഒന്നാമത് വൈറ്റൽ സയൻസ് അസസ് ചെയ്യുക, BP, ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ ഒക്കെ. പിന്നെ എയർവേ ചെക്ക് ചെയ്യുക, എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ എന്ന് നോക്കുക. എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ എയർവേ ക്ലിയർ ചെയ്യുക. പൾസ് വീക്ക് ആണെങ്കിൽ IV ഫ്ലൂയിഡ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ പേഷ്യൻ്റെ ഹെഡ് ഒരു സൈഡിലേക്ക് ടേൺ ചെയ്ത് വെക്കുക, കാരണം റിഗർജിറ്റേഷൻ പ്രിവെൻറ്റ് ചെയ്യാനും പിന്നെ ഈ വൊമിറ്റേഴ്സ് സ്വാളോ ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ട് സൈഡിലേക്ക് തിരിച്ച് വെക്കുക. പിന്നെ സെൽഫ് ഇൻഫ്ലിക്റ്റഡ് ഇഞ്ചുറീസിൻ്റെ കേസിൽ എമർജൻസി മെഷേഴ്സ് എടുക്കണം കേട്ടോ. ഇനി മാനേജ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് വേണ്ടതെന്ന് നോക്കാം. ഒന്നാമത് പേഷ്യൻ്റ് അടുത്തുള്ള മെഡിക്കൽ സെൻ്ററിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്യുക. പിന്നെ പേഷ്യൻ്റെ ബോഡിയിൽ ലൈഫൊന്നും ബാക്കിയില്ല എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ ആ ഒരേ പൊസിഷനിൽ തന്നെ ഏത് റൂമിലാണോ മരിച്ച് കിടക്കുന്നത് ആ റൂമിൽ തന്നെ വിട്ടേക്കുക. മൂവ് ദി പേഷ്യൻ്റ് ഇൻ കേസ് ഓഫ് സൂയിസൈഡ് ഫ്രം ദി കോമൺ ലിവിങ് ഏരിയ, ഫോർ എക്സാമ്പിൾ ഡൈനിങ് റൂം അല്ലെങ്കിൽ TV റൂം. അതായത് കോമൺ ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് മരിച്ചു കിടക്കുന്നതെങ്കിൽ പേഷ്യൻറ്റിനെ അവിടെ നിന്ന് മാറ്റുക. ഇൻ കേസ് ഓഫ് പേഷ്യൻ്റ് ഹാസ് അറ്റംപ്റ്റഡ് സൂയിസൈഡ് ബൈ ജമ്പിങ്, തുള്ളി ആത്മഹത്യ ചെയ്യാൻ, ചാടി ആത്മഹത്യ ചെയ്യാനാണ് ശ്രമിച്ചതെങ്കിൽ മറ്റുള്ള പേഷ്യൻ്റ് കാണാത്ത ഒരു സ്ഥലത്തേക്ക്, അതായത് ആ നോട്ടം എത്താത്ത സ്ഥലത്തേക്ക് പേഷ്യൻ്റെ ബോഡി മാറ്റുക. ഈ അതോറിറ്റീസിനെ ഇൻഫോം ചെയ്യുക, റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുക. കോണ്ടാക്ട് ലോക്കൽ ഗാർഡിയൻ, പേഷ്യൻ്റെ ലോക്കൽ ഗാർഡിയനെ അല്ലെങ്കിൽ റിലേറ്റീവ്സിനെ ഇൻഫോം ചെയ്യണം. പിന്നെ പ്ലേസ് ഇൻ അറ്റൻഡൻറ്റ് ഔട്ട്സൈഡ് ദി റൂം, അതായത് ഈ ബോഡി വെച്ചിരിക്കുന്ന റൂമിൻ്റെ പുറത്ത് ഒരു അറ്റൻഡൻറ്റിനെ നിർത്തണം. വൺസ് ദി പേഷ്യൻ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു മോർച്ചറി അല്ലെങ്കിൽ പോലീസ് കസ്റ്റഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ആ പ്ലേസ് ഡിസിൻഫെക്റ്റൻറ്റ് വെച്ചിട്ട് സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീൻ ചെയ്യണം. പിന്നെ പേഷ്യൻ്റെ പ്രോപ്പർട്ടീസൊക്കെ കൺസേൺഡ് അതോറിറ്റീസിന് അല്ലെങ്കിൽ റിലേറ്റീവ്സിന് കൈമാറണം. അത് കഴിഞ്ഞാൽ സൈനൊക്കെ ചെയ്ത് വാങ്ങണം കേട്ടോ. കേരി ഔട്ട് ദി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫോർമാലിറ്റീസ് ഫോർ ഡെത്ത് സർട്ടിഫിക്കറ്റ്, അതായത് ഡെത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ട ഫോർമാലിറ്റീസ് ഒക്കെ ചെയ്യണം. പിന്നെ സീനിയർ സ്റ്റാഫ് ഈ സംഭവത്തിൻ്റെ ഡീറ്റെയിൽസ് അവിടെയുള്ള ബാക്കി എല്ലാ സ്റ്റാഫുകളോടും ഡിസ്കസ് ചെയ്യണം. പിന്നെ ഇത് വീണ്ടും കണ്ടിന്യൂ ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള മെഷേഴ്സ് ടേക്ക് ചെയ്യണം. പിന്നെ അടുത്തത് ടേക്ക് കെയർ ഓഫ് അതർ പേഷ്യൻസ് ഷുഡ് ഇൻക്ലൂഡ്, മറ്റുള്ള പേഷ്യൻസിനെ ടേക്ക് കെയർ. ഇതൊരു ഹോസ്പിറ്റൽ സെറ്റിങ്സിലാണ് പറയുന്നത് കേട്ടോ. അതായത് ഒരുപാട് സൈക്കാട്രിക് വാർഡിലാണെങ്കിൽ ബാക്കിയൊക്കെ പേഷ്യൻസ് ഉണ്ടാവില്ല. ഇപ്പം മുമ്പിൽ പറഞ്ഞ പോയിന്റ്സൊക്കെ ഒരുപാട് അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ബാക്കി നോക്കാം. ട്രാൻസ്ഫർ ഓൾ പേഷ്യൻസ് അവേ ഫ്രം ദി ഇൻസിഡൻറ്റ് ലൊക്കേഷൻ, ആ ഒരു ലൊക്കേഷൻ ബാക്കിയുള്ള പേഷ്യൻസിനൊക്കെ മാറ്റി പാർപ്പിക്കുക അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് ആക്കുക. കീപ് ദി പേഷ്യൻറ്റ് ഇൻ ദി സെൻറ്റർ എൻഗേജ്ഡ് ബൈ ദി ഗെയിംസ് ആൻഡ് അതർ റിക്രിയേഷണൽ ആക്ടിവിറ്റീസ്, അതായത് ആ സെൻറ്ററിലുള്ള പേഷ്യൻസിനെ ബാക്കി വേറെ ഒരു ആക്ടിവിറ്റീസിൽ, ലെഷർ ആക്ടിവിറ്റീസിൽ, റിക്രിയേഷണൽ ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആക്കുക. സെർവ് ഫുഡ് ആൻഡ് മെഡിക്കേഷൻ ടു ദി പേഷ്യൻറ്റ് ഏർലിയർ ദാൻ ദി ഷെഡ്യൂൾഡ്, അതായത് സാധാരണ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ടൈമിനേക്കാൾ മുമ്പ് തന്നെ ബാക്കിയുള്ള പേഷ്യൻസ് ഫുഡൊക്കെ കൊടുക്കുക, മെഡിക്കേഷൻ ഒക്കെ കൊടുക്കുക. ഒബ്സർവ് ഫോർ എനി ചേഞ്ച് ഇൻ ദി ബിഹേവിയർ, ഇൻഫോം ദി സൈക്കാട്രിസ്റ്റ്, അതായത് ബാക്കി പേഷ്യൻ്റെ ബിഹേവിയറിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സൈക്കാട്രിസ്റ്റിനെ ഇൻഫോം ചെയ്യുക. സോ ഇത്രയൊക്കെയാണ്. ബാക്കിയുള്ള സൈക്കാട്രിക് എമർജൻസീസ് അടുത്ത വീഡിയോയിൽ നോക്കാം. ഇത് വലിയ വീഡിയോ ആയി പോയി കേട്ടോ. സോ നെക്സ്റ്റ് പാർട്ട് 2. ഓക്കെ, ബൈ ബൈ.